ഹലോ വെൽക്കം ബാക്ക് ഗൈസ് ടു അനദർ വീഡിയോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ ട്യൂസ്ഡേയിലെ ട്രേഡാണ്. പക്ഷെ അതിന് മുന്നേ ഞാൻ നിങ്ങളൊരു മന്ത്ലി ചാർട്ട് എടുത്ത് കാണിച്ചതേ ഉള്ളൂ. ഈ മന്ത്ലി ഹൈ, അതായത് ഡിസംബർ മന്തിലെ ഹൈ നമ്മൾ ഇന്നലെ എടുത്തു. ഇവിടെ എല്ലാം ഉണ്ടായിരുന്നു. അതെടുത്തു. സിമിലർലി വീക്കിലി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ രണ്ട് ലേറ്റ് വീക്കിൽ ഹൈസ് വരുന്നുണ്ടായിരുന്നു. വീക്ക്ലി ഹൈ ആണ് കേട്ടോ. ഞാനത് മാർക്ക് ചെയ്ത് ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട്. വീക്കിലി ഹൈ നമ്മളെടുത്തു, മന്ത്ലി ഹൈ നമ്മളെടുത്തു. ഒരു കൺസോൾട്ടേഷൻ ആയിരുന്നു. നിങ്ങൾ ഈ ഒരു എന്താ പറയുക വീക്സ് നോക്കി കഴിഞ്ഞാൽ, അതായത് മൺഡേ 22 ഡിസംബർ തൊട്ട് നമ്മൾ നല്ലൊരു കട്ട കൺസോൾട്ടേഷനകത്ത് ആയിരുന്നു കഴിഞ്ഞ. അതായത് ഈ മൺഡേ മാർക്കറ്റ് ഓപ്പൺ ആയി മാനിപ്പുലേറ്റ് നല്ല പോലെ ചെയ്തു. എല്ലാ വയസ്സ് സൈഡും എടുത്തു. കഴിഞ്ഞ ആഴ്ച, സോറി മൺഡേ അല്ല, കഴിഞ്ഞ ആഴ്ചത്തെ കാര്യം ശരിയാവും, മറന്നുപോയി. ഇതല്ലേ മൺഡേ. എന്നിട്ടൊരു അപ്രോച്ച് ക്യാൻഡിൽ നല്ല ക്ലോസിങ് കിട്ടി നമുക്ക്. ഓക്കെ ഫൈൻ. അപ്പം ഇന്നലത്തേക്ക് പോവാം. ഓക്കെ, സോ പറഞ്ഞ പോലെ കഴിഞ്ഞ ആഴ്ച ഒരു നല്ല ഗ്യാപ്പൊക്കെ തന്ന് ഓപ്പൺ ആയി, സെൽ സൈഡ് എടുത്തു. ഈ ഒരു ചെറിയ വോളിയം വരുന്നുണ്ട്, അവിടെയൊക്കെ പോയി. നിങ്ങൾ എന്ത് പ്രീവിയസ് വീഡിയോ കണ്ടായിരിക്കാം ഒന്ന് മനസ്സിലാവും ഞാൻ ഇതൊക്കെ കവർ ചെയ്ത് ഏതൊക്കെ ദിവസം. 2 ദിവസമായിട്ട് എനിക്ക് വല്ലാത്തൊരു പനിയും എന്തൊക്കെയായിരുന്നു. സോ ഇന്നലെ, അതായത് മൺഡേ, നമ്മള് ഇവിടെ ഓപ്പൺ ചെറിയൊരു ഓപ്പണിംഗ് ഗ്യാപ്പ് കാണാൻ പറ്റും. ഇവിടെ നിന്നും തൊട്ട് ഇവിടം വരെ. അപ്പോൾ വീക്ക്ലി ഓപ്പണിംഗ് ഗ്യാപ്പ് ആയിട്ട് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ ക്വാർട്ടറൻസ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റ് വീക്കിൻ്റെ അനോട്ടേഷൻസ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഫോർ ഇന്നലത്തേക്ക് വേണ്ടി ഞാൻ ഇതിൻ്റെ ഒരു അനോട്ടേഷൻസ് എടുത്തായിരുന്നു. ജസ്റ്റ് അനോട്ടേഷൻസ് ഞാൻ എടുത്തായിരുന്നു ജസ്റ്റ് ഫോർ ഒരിത്. അത് ചെയ്ത് നമ്മൾ ഇന്നലെ ഓപ്പണായി കുറച്ച് താഴോട്ട് പോയി. സോറി ഗൈസ്, ഗ്യാസ് എന്തൊക്കെയോ ഒരു കുഴപ്പമുണ്ട് വൈറ്റിൽ. നമുക്ക് ഇവിടെ ഒരു ഡെയിലി ഫെർവേലി ക്യാപ്പ് കാണാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, ഓക്കെ, ഞാൻ പോവാൻ നേരത്ത് മാർക്ക് ചെയ്യാതായിരിക്കും നല്ല. നമ്മള് നമ്മളുടെ ഇന്നലത്തെ കാര്യം ഞാൻ പറയാം. ഡെയിലി നമ്മൾ എത്ര ക്ലോസ് ടു എന്താ പറയുന്നത് ഹൈ ആയിരുന്നു ന്യൂയോർക്ക് സെഷനിൽ. സോ നമുക്കൊരു 4 hour പോവാം. ഓക്കെ, ഇതാണെന്ന് തോന്നുന്നു ഓപ്പൺ കേസാര്. നമ്മൾ ഈ ഒരു ഫെയർ വാല്യൂ 4 hour എടുക്കുന്നതിന് കാരണമൊക്കെ ഉണ്ട് കേട്ടോ. അയ്യോ, ഈ ഒരു 4 hour ഫെയർ വാല്യൂ കാണാൻ പറ്റുന്നുണ്ടല്ലോ. 4 hour എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ഹൈ കണ്ടോ, ഒരു ഹൈ എടുത്ത് പോയ ഒരു ഇപ്പം ഉണ്ടായ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പാണിത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു ഇത് കണ്ടല്ലോ, ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ്. ആ സ്ട്രക്ചർ ഷിഫ്റ്റിന് കാരണമായ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. ഒന്നുമല്ല, ഇന്നലെ ഇവിടൊക്കെ ലണ്ടൻ ലോയും ഏഷ്യൻ ലോയും ഒക്കെ ഉണ്ടായിരുന്നു. സോ അതും ഒരു ഇച്ചിരി കൂടെ കൺഫർമേഷൻ ആയിട്ട് എനിക്ക് തോന്നി. ഇതേ നമ്മളൊരു കാര്യം മറന്നുപോയി. ഓക്കെ ഫൈൻ. ഞാൻ ജേണലൂടെ അങ്ങ് ചെയ്തു പോവല്ലേ, അതാ നല്ല. അല്ലെങ്കിൽ പിന്നെ ഞാൻ അതിനായിട്ടിരിക്കേണ്ടി വരും. ഇതിന്റെ ഒരു ഫോട്ടോ എടുക്കാം.
ഒരു വീക്കിലിന്റെ ഒരു ഫോട്ടോ കാണാല്ലേ? കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഡെയിലി ഓക്കെ അല്ലേ? കാണാല്ലോ എല്ലാം. ഓക്കെ. H4 ഓക്കെ. ഇവിടം തൊട്ടാണ് നമ്മൾ ഇനി ഫോക്കസ് ചെയ്യേണ്ടത്. H4ന്റെ ഫെയർ വാല്യൂ ആപ്പിന്റെ കാര്യം എനിക്ക് പറഞ്ഞു ഇപ്പോൾ മനസ്സിലായെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞത് ഓക്കെ. സോ അല്ലാതെ വേണ്ട, ഇച്ചിരിയും കൂടെ ഒന്ന് വൃത്തിയായിട്ട് എടുക്കാം അല്ലേ? ഇതെടുക്കാം. ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ മെയിൻ സംഭവത്തിലേക്ക് പോകുന്നു. ഈ ഒരു H4ന്റെ ഫെയർ വാല്യൂ ആപ്പ് കണ്ടല്ലോ. നമ്മൾ 1 അവറിലേക്ക് പോകുന്നു. 1 അവറിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡൗൺ കോസ്റ്റ് കാണാം. രണ്ട് ഡൗൺ ക്ലോസ് ഉണ്ട്. അതൊരു എന്താ ഓർഡർ ബ്ലോക്ക് ആയിട്ട് കാണിച്ചിട്ട് ചെയ്യും. ഓക്കെ, സോ നിങ്ങൾ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഇതാണ് ഒരു നല്ലൊരു ലോ ടു ആ ഒരു ഹൈ വരെയാണ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരുന്നത്. ഓക്കെ, ഓൾമോസ്റ്റ് 50%. ഇതാണ് നോക്കട്ടെ കേട്ടോ, നോക്കണ്ടേ? ഇച്ചിരി എക്സ്റ്റെൻഡ് ചെയ്ത് പിടിക്കുന്നതേ ഉള്ളൂ. ഓൾമോസ്റ്റ് ഇക്വിലിബ്രിയം വരെ വന്നു. ഇക്വിലിബ്രിയത്തിലുള്ള ഒരു ഗ്യാപ്പാണ് ഈ 4 അവർ. ഈ 4 അവറിന്റെ താഴെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണും ലണ്ടൻ ലൈവ് ഉണ്ട്, ഏഷ്യൻ ലൈവ് തോന്നുന്നു. ഏഷ്യൻ ലൈവ് ഉണ്ട്. ഇവിടെ നിങ്ങൾ കാണാൻ പറ്റും. ഇവിടെ വേറെ ഒരു ഫെയർവെലി ഗ്യാപ്പ് ഉണ്ട്. ആ ഒരു ഫെയർവെലി ഗ്യാപ്പും വന്നിട്ടുണ്ട്. അവർലി ഉണ്ട്. ഓക്കെ, അവിടം വരെ മാർക്കറ്റ് വന്നു. എന്നിട്ട് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം, ഇതാണ് ഒരു 1 അവറിന്റെ ഒരു സ്ഥിതി. നമ്മൾ എത്ര സെൽ സൈഡ് എടുത്തു വിത്ത് ലണ്ടനിലോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഏഷ്യൻ ലൈവ് കൺസിഡർ ചെയ്യാം. 15 മിനിറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ലണ്ടനിലോ എടുത്തു. അതാണ് ലണ്ടൻ ഹൈ അവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ലണ്ടൻ ഹൈ അല്ല, ഒരു പ്രീ മാർക്കറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. പ്രീ മാർക്കറ്റ് ന്യൂയോർക്ക് ബൈ സൈഡ്. അതിന്റെ തൊട്ട് കൊണ്ടൊക്കെയാണ് വീക്കിലി ബൈ സൈഡ് കിടക്കുന്നത്. ഓക്കെ, സോ നമുക്കിപ്പോൾ ഇതിന്റെ ഒരു ഫോട്ടോ എടുത്ത് വെക്കാം. ഓക്കെ, സോ 15 മിനിറ്റിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ വേറെ ഒരു സംഭവം എനിക്ക് കാണിക്കണം. ഈ 1 അവർ തന്നെ വേറൊരു സാധനം കൂടെ എടുക്കണം. ഞാൻ 15 മിനിറ്റ് ഇപ്പോൾ പോവാം. ഓക്കെ, സോ ഞാൻ റെഗുലർ ട്രേഡിംഗ് അവറിൽ എടുക്കും. ഈ ഒരു സംഭവമാണ് എനിക്ക് ഇച്ചിരി കൂടെ ഒരു എക്സ്ട്രാ കോൺഫിഡൻസ് തന്നത്. ഓക്കെ, 5 മിനിറ്റ് പോയിട്ട് എന്നിട്ട് നല്ലപോലെ കാണും. ഓക്കെ, സോ 1 അവർ നിങ്ങൾ ഒരു കാര്യം കൂടെ കാണിച്ചു തരാം.
1 അവറില് ഇത് എവിടം വരെ പോയി? ഡിഫറൻറ്റ് ട്രേഡിംഗ് അവറിന് 0.5 വരെ കണ്ടില്ലേ പോയെ? ഓരോ ട്രേഡിംഗ് അവറിന് 0.5 വരെ പെർഫെക്റ്റ് ആയിട്ട് പോയി. ആ 1 അവർ തൊട്ടു. റാൻഡം പെർഫെക്റ്റ് ആയിരുന്നു. അത് അവിടെ നിങ്ങൾ 1 മിനിറ്റിലൊക്കെ നോക്കിയാൽ ഞങ്ങൾ അവിടെ തൊട്ടു വന്നിട്ട് പോവായിരുന്നു. അങ്ങനെ നമുക്ക് ഇതിന്റെ ഒരു ഫോട്ടോ എടുക്കണം. എനിക്ക് 1 അവർ അതിന് 50 മിനിറ്റിലേക്ക് പോവാം. നമുക്ക് 50 മിനിറ്റ്സിൽ വലുതായിട്ടൊന്നും ഇല്ല. ഓക്കെ, 50 മിനിറ്റിൽ ആദ്യം എനിക്ക് തോന്നുന്നു ഞാൻ ഇത് ഇടുന്നതിനെക്കാട്ടും മറ്റേ ഈ ഓപ്പണിംഗ് ആദ്യം ഒരു ഫോട്ടോ എടുത്തിട്ടിട്ട് മറ്റേത് പോകുന്ന അല്ലേ? അതല്ലേ നല്ലേ? അത് കുഴപ്പമില്ല, 50 മിനിറ്റ് തന്നെ ഇടും. ഓക്കെ, സോ 50 മിനിറ്റ് നിങ്ങൾ കാണാൻ പറ്റും. ലോ ഒരു അതത്രേ ഉള്ളൂ. അത് വേറെ ഒന്നും ഞാൻ പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നുമില്ല. ഓക്കെ, ചെറിയൊരു അക്യുമുലേഷൻ സ്റ്റേറ്റ് പോരായിരുന്നു. ഞാനിവിടെ ആദ്യം ഒരു എൻട്രി എടുത്തു. അത് ഞാൻ പറഞ്ഞില്ലല്ലോ ശരി. ആദ്യത്തെ ഞാനൊരു എൻട്രി എടുത്തു. മുകളിലേക്ക് തന്നെ പോവാൻ ഇവിടെ ഒരു ചെറിയ സെൽ സൈഡിലേക്ക് കുത്തി കണ്ടോ? റിലേറ്റീവ് ഇക്വല്ലോ. ആ റിലേറ്റീവ് ഇക്വൽ ലോസ് എടുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഡയറക്റ്റ് ആയിട്ട് മണ്ടിക്കിട്ടോ. അവിടെ ഞാനൊരു എൻട്രി എടുത്തു, അത് പൊട്ടി. പൊട്ടിപ്പോയി. എന്നിട്ടാണ് ഞാൻ രണ്ടാമത്തെ എൻട്രിയാണ് മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം എടുത്തത്. സോ അതിലേക്ക് ഞാൻ വരാം. ഇതായിരുന്നു തോന്നുന്നു 7 മണി കഴിഞ്ഞിട്ടുള്ള ഹയസ്റ്റോ, ഇതായിരുന്നു 7 മണി കഴിഞ്ഞിട്ടുള്ള ലോവസ്റ്റോ. ഇട്ടര ഇവിടെ എന്താ ഓപ്പൺ ആകുമോ? നമ്മൾ ചെറിയ ടൈം ഫ്രെയിം പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സോ 50 മിനിറ്റിന് ഒരു ഫോട്ടോ കൂടെ എടുത്തിട്ട് നമുക്ക് ഇതെടുത്ത് ഞാൻ ട്രേഡിംഗ് അവറിനെ എടുത്ത് ഫൈവ് മിനിറ്റിലേക്ക് പോകുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റും. Sorry guys if I am making you discomfortable because എനിക്ക് അത്രയ്ക്ക് വയ്യ. വയറിനൊന്നും നല്ല സുഖമില്ല. രാവിലെ എഴുന്നേറ്റ് ചെയ്യുന്ന എൻ്റെ ഒരു റൊട്ടീൻ മാറ്റണ്ടെന്ന് വെച്ചിട്ട്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഒരു സെൻസർ എടുത്ത് കഴിഞ്ഞിട്ട് ഈ ഒരു 5 മിനിറ്റ്സ് വരെ ഉണ്ടോ? ഒരു ലൈക്ക് എന്താ പറയുന്നത്, ഒരു BPR പോലെയാണ് ഞാൻ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഞാൻ ഇവിടെ നിന്ന് ഡയറക്റ്റ് എൻട്രി എടുത്തു. ഇതിന് താരെ ഇവിടെ സ്റ്റോപ്പ് ഇട്ടു. ടാർഗറ്റ് ചെയ്ത് മാത്രമേ ഉള്ളൂ മാത്രം. ഞാൻ വിചാരിച്ചു പോവായിരിക്കും, അത് മുമ്പിൽ പോയി കോപ്പ്. അങ്ങനെ പോയില്ല. പോയില്ല. ഓക്കെ, സോ അവിടെ ഞാനൊരു SL അടിച്ചു. നമ്മുടെ ആദ്യത്തെ ട്രേഡ് അവിടെ ആയിരുന്നു.
അത് അടിച്ച് എനിക്കത് പിന്നെ ഞാൻ ഇവിടൊക്കെ ആയപ്പോഴത്തേക്ക് പിന്നെ ആ റിജക്ഷൻസ് ഒക്കെ കണ്ടപ്പോ ഇവിടെ അങ്ങ് അറിയാം. എനിക്കാണെങ്കിൽ അത് ബ്രേക്ക് ഇവനെ ഇറങ്ങാൻ എന്നിട്ട് രണ്ട് ഊമ്പിച്ചത് തിരിച്ച് കയറിയേക്കുന്നു മയിലുകള്. എന്നിട്ട് ഇത്രയൊക്കെ വെച്ചാൽ ഞാൻ പിന്നെ ഇങ്ങോട്ടൊക്കെ ഇറങ്ങും. പക്ഷെ എന്താ ചിലപ്പോ എടുത്ത് കളഞ്ഞേനെ. എടുത്തപ്പം തൊട്ട് നിങ്ങൾ ഇത്രയും നേരം കണ്ടു. ഞാൻ ഇവിടുന്ന് ഇരിക്കാൻ തുടങ്ങിയത്. ഓക്കെ, ഇവിടുന്ന് ഞാൻ ഒരു താപ്പോട്ട് എടുക്കണം എന്ന് വിചാരിച്ചു ഈ ഒരു സെൽ സൈഡിന് വേണ്ടി. അത് ഞാൻ 1 മിനിറ്റ് പോകുമ്പോൾ കാണിച്ചു തരാം. അങ്ങത്തൊരു അത് ഞാൻ മിസ്സാക്കി. അത് ഞാൻ എൻ്റെ ആ ഒരു ഗട്ട്സ് ഇല്ലായിരുന്നു അത് എടുക്കാൻ. ഗട്ട്സ് ഇല്ലായെന്ന് വെച്ചാൽ എനിക്ക് പറ്റിയില്ലെന്ന് വേണമെങ്കിൽ പറയാം. നോടാക്കും നിങ്ങൾ ആ 1 മിനിറ്റ് പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. പെർഫെക്റ്റ്. ഞാൻ മറ്റേ എക്സിലാണ് ഞാൻ ഇതെല്ലാം ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ആക്ച്വലി ഞാൻ ഇതിനകത്ത് ഇപ്പൊ വര കയറും. അതോ ഞാൻ നിങ്ങളുടെ കൂടെ അങ്ങ് വരച്ചു പോകുന്നത്. ഓക്കെ, ടോപ്പ് സ്റ്റെപ്പ് ഫിക്സിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, സോ ആ ഒരു ഇൻവേർഷൻ ഞാൻ എടുത്തു. ഇതിന്റെ ഇവിടെ എന്തോ ആണ് വെച്ചത് 15 പോയിന്റ് എന്തോ ആയിരുന്നു എസ്എല്ലും തോന്നുന്നു. ഓക്കെ, സോ എന്നിട്ട് ഇച്ചിരി താഴ്ന്നപ്പോ അങ്ങ് ഇറങ്ങി. നമുക്ക് ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തിട്ട് ഓക്കെ. ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഓക്കെ. ഇത്ര എളുപ്പമായി. ഞാൻ ഡയറക്റ്റ്ലി 1 മിനിറ്റിലോട്ട് പോയി എല്ലാ കാര്യങ്ങളും പറയാൻ വേണ്ടി. നമുക്ക് പ്രീ ന്യൂയോർക്കിൽ നിന്ന് തന്നെ തുടങ്ങാം. ഓക്കെ, സോ പ്രീ ന്യൂയോർക്കിൽ നിന്ന് തുടങ്ങി. ഇവിടെ തുടങ്ങും. ഇവിടെ തുടങ്ങി നിങ്ങൾക്ക് ഇവിടുത്തെ ഫസ്റ്റ് പെർസെന്റ് പരിപാടിക്ക് അപ്പോൾ ആഫ്റ്റർ 7 o'clock ആണെങ്കിൽ ഇനിയിപ്പോൾ എനിക്ക് ഇതായിട്ടും വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. അതല്ല ഇതായിട്ടും വേണമെങ്കിൽ കൺസിഡർ. ഞാൻ രണ്ടും എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഞാൻ ആദ്യം ഇതും എടുത്തിട്ടുണ്ട്. കാരണം എന്താ, ഈ ഒരു ടോ എടുത്തു പോയി. ഓക്കെ, ഈ ഒരു ലോ എടുത്തു പോയി. ഓക്കെ, ഇതായിട്ടും കൺസിഡർ ചെയ്യാം. ഇതായിട്ടും കൺസിഡർ ചെയ്യാം. ഓക്കെ, ഓക്കെ ഫൈൻ. ഇതാണ് ഇതാണ് വർക്കായത്. പക്ഷെ എനിക്ക് ഇവിടെ സെൽ സൈഡ് എടുത്തു. ഐ മീൻ സ്ട്രക്ചർ ഷിഫ്റ്റ് വന്നു. നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സൂക്ഷിച്ച് നോക്കണം. ഈ ഒരു ക്യാൻഡിൽ അവിടെ പോയിട്ടില്ല ഫെബ്രുവരി. ഇവിടെ ഇങ്ങനെ ഒരു ബൈ സൈഡ് ഉണ്ടാക്കി ചെറിയൊരു ബൈ സൈഡ് ഉണ്ടാക്കി അത്രയേ ഉള്ളൂ. സോ ഞാൻ ആദ്യം ഇവിടെ നിന്ന് എടുക്കണമെന്നായിരുന്നു. ഓക്കെ, സോ ഇവിടെ നിന്ന് എടുത്ത് എന്ത് ഇത് എടുക്കാൻ എസ് എൽ എവിടെ ഇതിന്റെ മണ്ടയ്ക്ക്, ഈ ഒരു ക്യാൻഡിലിന്റെ മണ്ടയ്ക്ക്. അതായത് ഇങ്ങനെ എടുക്കാനായിരുന്നു ആദ്യത്തെ എന്റെ പ്ലാൻ. ഫ്ലോപ്പ് പ്ലാൻ ആയിരുന്നു ആക്ച്വലി. അത് പക്ഷേ ഊമ്പിപ്പോയി. അങ്ങനെ 12 ഇതായിരുന്നു എന്റെ ആദ്യത്തെ പ്ലാൻ എടുക്കാൻ. ഇത് ഞാൻ എടുത്തില്ല. കഴിവുകേട് അങ്ങനെ തന്നെ ഞാൻ പറയും. എനിക്ക് ആ ഒരു ടൈമിലൊരു ഇതില്ലായിരുന്നു. കിട്ടിയില്ല, അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം. അയ്യോ, എന്താ ഫസ്റ്റ് എൻട്രി ഇവിടെ നിന്ന് വേണമെങ്കിൽ എടുക്കായിരുന്നു. ജസ്റ്റ് മാർക്ക് ചെയ്ത് വെച്ചേക്കാല്ലേ.
വലുപ്പമാക്കട്ടെ കേട്ടോ, അല്ല എനിക്ക് കാണത്തില്ല. സെൻസർ ടിപ്പില്ലോ, ടാർഗറ്റ് ടി പി നമ്മുടെ ടി പി. എൻട്രി ആവാൻ പറ്റിയില്ല. അതിന്റെ ഇവിടെ ഒരു SMD അടിച്ചിട്ടുണ്ട്. ഈ ഒരു കാണിച്ചു തരാം. ഈ ഒരു ഹൈ ഉണ്ടല്ലോ, അതായത് ഒരു ലണ്ടൻ ഹൈ 15 മിനിറ്റ് തന്നെ പോയി കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ ഒരു SMD ഉണ്ടായിരുന്നു. MNQയില് സമയം നോക്കണേ, 6:45. 6:45. അവിടെ ഒരു SMD ഒക്കെ ഉണ്ടായിരുന്നു, എന്നിട്ടാണ് നമ്മൾ താഴോട്ട് പോയത്. ഓക്കെ, ഫസ്റ്റ് ട്രേഡ് ഇതായിരുന്നു എൻ്റെ, പക്ഷെ ഇതെടുക്കാൻ പറ്റിയില്ല. നല്ലൊരു ട്രേഡ്, നല്ലൊരു ഇതായിരുന്നു. ഓക്കെ, ഓ ഓക്കെ ഫൈൻ. സോ നമ്മൾ ഇത് വേണമെങ്കിൽ ഒരു പേസ്റ്റ് ചെയ്യട്ടെ. ഞാൻ എടുത്തത് ഇവിടുന്ന്. ഇതെങ്ങനെയാണ് ഇവിടുന്നാണ് എൻട്രി എടുത്തത്. ഇവിടെ ഞാൻ SL വെച്ചു, ഇതിന്റെ താഴെയായിട്ടുണ്ട്. TP അത് മണ്ടയ്ക്ക്, അത് അവിടെ തന്നെ ബൈ സൈഡ്. എത്ര പോയിന്റ് ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ 15 പോയിന്റിന് താഴെയാ. 14 പോയിന്റ് അല്ലേ? Okay, സോറി ഗൈസ് ഫോർ ദ ഇന്ററപ്ഷൻ. സോ ഞാൻ പറഞ്ഞ പോലെ ഇതായിരുന്നു ആ സംഭവമൊക്കെ. സോ നമുക്ക് ഇതിന്റെ ഒരു ഫോട്ടോ എടുക്കാം. ഇവിടെ എല്ലാം അങ്ങനെ തീർന്നു പോയി. പിന്നെ നമ്മൾ ഡയറക്റ്റ് വരുന്നത് ഇവിടേക്കാണ്. സോ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. 9:30 ഇങ്ങനെ എന്തെങ്കിലും മുമ്പേ തുടങ്ങത്തുള്ളൂ. 9:30. ഓക്കെ, 9 തുടങ്ങി ഡയറക്റ്റ് ആയിട്ട് പോയി ലണ്ടനിലോ എടുത്തു. ഓക്കെ, ലണ്ടനിലോ എടുത്തു. എന്നിട്ട് നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യുക പോലെ മക്കള്. ഇവിടെ ഒരു ഫസ്റ്റ് ഫെയർവെൽ ഗ്യാപ്പ് ഉണ്ട്, ഇവിടെ ഒരു ഫെയർവെൽ ഗ്യാപ്പ്. അതൊന്നും എൻ്റെ 5%. ഓക്കെ, സോ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തതുപോലെ, റൈറ്റ്? സോ ഈ ലോ എടുത്തപ്പോൾ ഉണ്ടായ ഫെയർവെൽ ഗ്യാപ്പ് ഏതാ?
ഇതിനെയാണ് നമ്മൾ ആക്ച്വലി 5% ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്നായിട്ട് വിളിക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു ലോ എടുത്തത് കൊണ്ട് ഓക്കെ 5% ഫെയർ വാല്യൂ ഗ്യാപ്പ് അവിടെ ഉണ്ടായി. നിങ്ങൾ വിചാരിക്കുന്നത് 5% ആവും, പക്ഷെ അതില്ല. ഇവിടെ നിങ്ങൾ താരട്ടപ്പോൾ എന്ത് ലോ ആണ് എടുത്തത്? ഒന്നും എടുത്തിട്ടില്ല നിങ്ങൾ. ഇത് പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. എന്താ ആ ഒരു 0.5 പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട്, ഈ റെഗുലർ ട്രേഡിംഗ് അവരുടെ ഓപ്പണിംഗ് ഗ്യാപ്പ് ഫുള്ളായിട്ട് ഫില്ല് ചെയ്യണമെന്നില്ല. അതിൻ്റെ ഒരു 0.5% ഫില്ല് ചെയ്താൽ മതി. ഞാൻ ആ ഒരു എന്താ പറയുക ടിപ്പോ എന്തോ അതപ്പം എൻ്റെ മനസ്സിൽ വന്ന് ഓർത്തായിരുന്നു. ഓക്കെ, സോ അതിനെ വേസ്റ്റ് ചെയ്ത് ഞാൻ കറക്റ്റായിട്ട് നോക്കിയപ്പോൾ കറക്റ്റായിട്ട് പെർഫെക്റ്റ്ലി അത് അലൈനായിട്ട് ഇവിടെ വന്നിരുന്നു. റൈറ്റ്, സോ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇതൊരു BPR റേഞ്ച് അല്ലേ? ബാലൻസ്ഡ് പ്രൈസ് ആക്ഷൻ. ഓക്കെ, സോ ഈ റേഞ്ചിൻ്റെ അപ്പർ ക്വാഡ്രന്റ് ഇപ്പം ഇതാ ഇവിടെ ക്യാൻസലൊന്നും വരില്ലെന്നാണ് ശരിക്കും, പക്ഷെ വരുവാണെങ്കിൽ തന്നെ അതായത് പ്രത്യേകിച്ചൊന്നും ചെയ്യില്ല, തൊട്ടിട്ടങ്ങ് പോവാണ്, അല്ലാതെ ക്ലോസ് ഒന്നും ആവില്ല. സോ ഞാനിപ്പം ഇത്രയും, അതായത് ഇവിടുത്തെ 4 hour സർവേയിൽ ഗ്യാപ്പ് ഉണ്ട്, ഇവിടുത്തെ 1 hour സർവേയിൽ ഗ്യാപ്പ് ഉണ്ട്, ഇത്രയും കൺഫർമേഷൻ ഉണ്ട് നമുക്ക് ആക്ച്വലി. ഓക്കെ, സോ ഒരു സെക്കൻഡ് ഒരു കാര്യം ചെയ്തോട്ടെ. ഫോട്ടോ എടുക്കുമ്പോൾ കറക്റ്റായിട്ട് ഈ 1 hour 4 hour ഇങ്ങനെ തെളിഞ്ഞു വരാൻ ഞാനിതിൻ്റെ റൈറ്റ് ഇത് കൊണ്ടുവെക്കാം. ഓക്കെ, അപ്പോൾ അത് കറക്റ്റായിട്ട് തെളിഞ്ഞു വരുമല്ലോ. ഓക്കെ, സോ അങ്ങനെ അവിടെ വന്നു. ഞാൻ ഇത് ഇൻവേഴ്സ് ആയപ്പോൾ ഇവിടുന്ന് എൻട്രി എടുത്തു. ഓക്കെ, ഞാൻ ഇവിടുന്ന് എൻട്രി എടുത്തു. ഈ ഒരു ക്യാൻഡിൽ താഴെ സ്റ്റോപ്പ് വെച്ചു. 10 എത്ര പോയിന്റ് സ്റ്റോപ്പ് ആയിരുന്നു. ഓക്കെ, സോ TP ഇവിടെ. ഓക്കെ, സോ എൻട്രി ആയിട്ട് ഞാൻ എടുത്തത് ഇവിടെയാണ്. ഓക്കെ, സോ അവിടെ ആയിരുന്നു എൻട്രി. എസ്എറ്റില് അവിടെ ഓക്കെ, ടാർഗറ്റ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവിടെ തന്നെ. എസ്എറ്റിൽ എത്ര പോയിന്റ് ആണെന്ന് നോക്കട്ടെ. ആ 30 പോയിന്റ് ആയിരുന്നു അല്ലേ? 30 പോയിന്റ്, ഓൾമോസ്റ്റ് 3 hour. 30 പോയിന്റിന്റെ 30 പോയിന്റ് ആയിരുന്നു അല്ലേ? ഇവിടെ 30 പോയിന്റ്. ഇതാ എടുത്ത ട്രേഡ്, ഇതായിരുന്നു സെൻഡ്. നല്ല ട്രേഡ്, ഈ ആഴ്ചത്തെ തന്നെ നല്ല ട്രേഡാന്ന് പറയാം. ഓക്കെ, ഓ അത്രേ ഉള്ളൂ. ഓക്കെ, സോ അത്രേ ഉള്ളൂ. ഓക്കെ, സോ ഇത്ര വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടുന്ന് പോയി ഞാൻ മറ്റേ എക്സിൽ പോയിട്ട് കാണിച്ചു തരാം എങ്ങനെ ഉണ്ടെന്ന് ആണെങ്കിൽ. സോ ഇത്രേ ഉള്ളൂ സംഭവം. ഓക്കെ, സോ ഇന്നെടുക്കാനുള്ള കാരണം ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ്, റെഗുലർ ട്രേഡിംഗ് അവറിൻ്റെ 0.5 റേഞ്ച് പെർഫെക്റ്റ്ലി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തൊട്ടിട്ട് കയറുന്ന ഇവിടെ BPR റേഞ്ച് ഉണ്ടാക്കി. ദാറ്റ് ഈസ് അഗൈൻ എ കൺഫർമേഷൻ. BPR റേഞ്ചിൻ്റെ അടിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അസെറ്റ് കൊണ്ടുവെക്കാം, നോ പ്രോബ്ലം. ബൈ ദ അയ്യോ ശരി, ഞാനൊരു കാര്യം മറന്നുപോയി. ഈ ചെറിയ ഫെയർ വാല്യൂ ഗ്യാപ്പ് കണ്ടോ?
പിന്നെ അവിടെ നിന്ന് ഒരു പിരമിഡ് എൻട്രി കൂടെ എടുത്തായിരുന്നു. പിരമിഡ് എൻട്രി എടുത്തു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് ജസ്റ്റ് ട്രയൽ ഇങ്ങോട്ട് ചെയ്ത് വെച്ചായിരുന്നു 30 പോയിന്റിന് വേണ്ടി. ഓക്കെ, ട്രയൽ ഡസൽ ഇവിടെ ആയിരുന്നു. ട്രയൽ ഡസൽ അത് എത്ര പോയിന്റ് ആണെന്ന് നോക്കിക്കോട്ടെ. 30 പോയിന്റ് ഇല്ലായിരുന്നാണ് എൻ്റെ ഒരു തോന്നൽ. പിന്നെ എഗെയിൻ 30 പോയിന്റ് തന്നെ അവിടെ നിന്ന് എടുത്തു. അത് ഓൾമോസ്റ്റ് 6 പോയിന്റ് കിട്ടി. വീക്കിലി ഹൈ ടി പി ടാറിഷ ടി പി ഞാൻ എടുത്ത് കളഞ്ഞു. സാരമില്ല, ഇത് പിന്നെ ഞാനൊരു ഫോട്ടോ കൂടെ എടുത്ത് വെച്ചേക്കാം. ഓക്കെ, അത്രേ ഉള്ളൂ ഈ ട്രേഡ്. ഓക്കെ, സോ ഇതിപ്പോ ഇച്ചിരി എനിക്കൊന്ന് ക്ലീൻ ആയിട്ട് വിചാരിക്കാം. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഫോട്ടോ എല്ലാം എടുക്കണമെന്ന് ജസ്റ്റ് കുറച്ച് മുന്നോട്ട് പോയിട്ട് ബാക്ക് പോയിട്ട് പോസ് ചെയ്തിട്ട് എടുത്താൽ മതി. ഓക്കെ, ഓക്കെ. ഷോ ഞാൻ വന്നിട്ട് കളയുക. എനിക്ക് പ്രത്യേകിച്ച് ഇനി ഇവിടെ ആവശ്യമൊന്നുമില്ല. ഓക്കെ, അടിച്ചു കയറിപ്പോയി. ഇന്നാണ് ഈ നാശം കയറിയത്. രാത്രി 4 മണി കഴിഞ്ഞിട്ട് എന്തോ ആണ്. അതായത് മന്ത്ലി ഹൈ എടുത്തു, വീക്ക്ലി ബൈ സൈഡ് എടുത്തു. അപ്പോൾ ഫൈൻ ഫൈൻ ഫൈൻ. സോ ഇനി നമുക്ക് എക്സിറ്റ് പോയിട്ട് കാണാം. ഓക്കെ, സോ നമുക്ക് എക്സിറ്റൊക്കെ പോവാം. ഒറ്റ ഒരെണ്ണം ഇപ്പം ഇടാം. ഓക്കെ, സോ പൊട്ട സാധനമാണോ വന്നേ? MNQ. സോ സെയിം സാധനമൊക്കെ തന്നെ ഉള്ളു ഇവിടെ. ഓക്കെ, ഞാൻ പിന്നെ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി. 8:30 ഓപ്പൺ ഇവിടെയായിരുന്നു. ഓക്കെ, സോ 1 മിനിറ്റ് ഇപ്പം. ഓ, ആ ഒരു ഫെയർ വാല്യൂ ആപ്പ് ഞാൻ ഇന്നലെ മെൻഷൻ ചെയ്തിട്ട് കണ്ടില്ലായിരുന്നു. അവിടെ നിന്ന് എടുക്കണമെന്ന് എനിക്ക് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു. എടുക്കാൻ പറ്റിയില്ല. ഓ, നിങ്ങൾ അവിടെ നിന്ന് കാണാൻ പറ്റും. വെയിറ്റ്. ഷോ കളർ. ഓക്കെ, ഓ, ആദ്യത്തെ എൻട്രി 8 കോൺട്രാക്ട് ഷോർട്ട് ബൈ ചെയ്തു, ഇവിടെ ഷോർട്ട് ചെയ്തു. ഓക്കെ, സോ ഓൾമോസ്റ്റ് എനിക്ക് 250 നിൽക്കുമ്പോയില്ല. അതിന് മുന്നേ എനിക്ക് മനസ്സിലായി ഇത് ഊമ്പിക്കാൻ, അത്ര കൺസോൾട്ടേഷൻ ഊമ്പിക്കാൻ തുടങ്ങി. ഇതെനിക്ക് ഇങ്ങനെ എടുക്കാൻ താല്പര്യമില്ല. ഓക്കെ, എനിക്ക് ഇങ്ങനെ എടുക്കാനാണ് ശരിക്കും താല്പര്യം.
Okay. ಮತ್ತೆ ഇവിടെ okay, so correct ബൈ സൈഡ് എല്ലാ കോൺട്രാക്ട് ഇറങ്ങി. Okay, fine. So ഇവിടുന്ന് ഫസ്റ്റ് എൻട്രി ആ ഇന്ന് ഫസ്റ്റ് പ്രസിഡന്റ് ഫെയർവെൽ ചെയ്തിട്ട് ഐ തിങ്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. Okay, fine. അത്രേ ഉള്ളൂ. ഓക്കെ ഗൈസ്, സോ നമ്മുടെ വീഡിയോ ആക്ച്വലി അവസാനിച്ചിരിക്കുന്നു. എക്സിക്യൂഷൻസ് ഇവിടെ കാണാൻ പറ്റുന്ന പോലെ ഓൾമോസ്റ്റ് 4% അപ്പായി നമ്മൾ. എന്താവുമെന്ന് ദൈവത്തിന് അറിയാൻ. ഓ, എനിക്ക് എന്താ പറയുന്നത്, ട്രേഡിങ് ചെയ്യുമ്പോൾ ഇങ്ങനെ വീഡിയോ ഒന്നും എടുക്കാനുള്ള ആ ഒരു സംഭവം ഇല്ല. ഓക്കെ, സോ ഇതാണ് സ്റ്റാറ്റ്സ്. കാണാൻ പറ്റുന്നതാണ് ഓൾമോസ്റ്റ് 70% ഒക്കെ. കൊള്ളാം, കുഴപ്പമില്ല. പ്രോഫിറ്റ് ഫാക്ടർ അതെന്തോന്ന് എനിക്കറിയത്തില്ല. ബെസ്റ്റ് അതെന്തോ ഒരു സംഭവം. മൊത്തം 10 ട്രേഡ് എടുത്തിട്ടുണ്ട്. ബെസ്റ്റ് ട്രേഡ് 200 സംതിങ്, വേസ്റ്റ് ട്രേഡ് അതൊക്കെ എങ്ങനെയാണെന്നൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. അതിൻ്റെ ഇതാണ് ഇന്നലത്തെ ട്രേഡ്സ് എല്ലാം. സോ എനിക്കിത് ലോസ് ആയ ട്രേഡ്. ഇത് രണ്ടെണ്ണം, അത് ഫസ്റ്റ് എണ്ണം എടുത്തു, ഫസ്റ്റ് പെർസെൻറ്റേജ് സർവൈവ് ഗ്യാപ്പിൽ നിന്ന് എടുത്ത്. ഇത് പിന്നെ പിരമിഡ് ട്രേഡ് ചെയ്ത ട്രേഡ്. ഓക്കെ, സോ രണ്ടും $250 റിസ്ക് ചെയ്താണ് എടുത്തത്. ഓക്കെ, ഐ മീൻ അത്ര പോയിന്റ് ഉണ്ടെന്ന് വെച്ചാണ് ഞാൻ എടുത്തത്. ഓക്കെ, സോ ഓൾമോസ്റ്റ് 1% റിസ്ക് ആയിരുന്നു ഈ രണ്ട് ട്രേഡും. 2%ഓളം ഗെയിം കിട്ടിയിട്ടുണ്ട് ഓൾമോസ്റ്റ്. യാ, ആദ്യത്തെ ഇച്ചിരി ഒരു മുമ്പിലായിപ്പോയി. സാരമില്ല, എന്തായാലും ഇനി ഒരു 2% കൂടെ ഉണ്ടാക്കണം. ഉണ്ടാക്കിയാൽ പാസ്സാവും. ഹോപ്പിംഗ് ദാറ്റ് ഉണ്ടാക്കുവാൻ. ഓ, ഈ പൊട്ടൊക്കെ ഒന്ന് ഒത്തിരി സാധനങ്ങളൊക്കെ എടുത്ത് കളയട്ടെ. ഓക്കെ, ഇതും വേണ്ട, ഇതും വേണ്ട. അയ്യോ, ഓക്കെ, അതാ ഓപ്പണിംഗ് ഗ്യാപ്പ് ആണെന്ന് തോന്നുന്നു. റൈറ്റ്, സോ chart ഇച്ചിരി ക്ലീൻ. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ദ ഗൈസ്. സോ ദാറ്റ്സ് ഓൾ ഫോർ ദ വീഡിയോ ഗൈസ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ഐ ഹോപ്പ് യു എൻജോയ്ഡ് ദ വീഡിയോ ആൻഡ് എന്തെങ്കിലും ഞാൻ കുറച്ച് ഇൻഫർമേഷൻ കിട്ടിയെന്ന് വിചാരിച്ചിരിക്കുന്നു ഈ വീഡിയോ ആയിട്ട്. കിട്ടിയെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ഞാൻ പറയത്തില്ല, ഞാൻ നിങ്ങളെ. ഓക്കെ, സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.